ദേശാഭിമാനി മുഖപ്രസംഗം 2025 മാർച്ച് 22. തിരസ്കൃതരല്ല നിങ്ങൾ. രോഗപീഠകളും ഏകാന്തതയും വാർദ്ധക്യത്തിലെ സഹയാത്രികരാണ്. എത്രയോ സിനിമകൾക്കും കഥകൾക്കും നോവലുകൾക്കും പ്രമേയമായിട്ടുണ്ട് ഈ ദുരവസ്ഥ. കിഴവനും കടലും എന്ന ഹെമിംഗ്വേയുടെ വിഖ്യാത കൃതിയിലെ സാന്റിയാഗോ ഏകാന്തതയെ മറികടക്കുന്നത് കടലിനോട് പൊരുതിയാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പരാജയപ്പെടാനല്ല, ഒരു മനുഷ്യനെ നശിപ്പിക്കാനായേക്കും, എന്നാൽ അവനെ തോൽപ്പിക്കാനാകില്ല എന്ന നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന വാക്കുകൾ നാം കേൾക്കുന്നത് സാന്റിയാഗോ എന്ന വൃദ്ധ മുക്കുവനിലൂടെ. മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, കേണലിന് ആരും എഴുതുന്നില്ല എന്നീ നോവലുകളിലും പ്രമേയം വാർദ്ധക്യം തന്നെ. മലയാളത്തിലാകട്ടെ പാറപ്പുറത്തിന്റെ അരനാഴിക നേരവും MTയുടെ സ്വർഗം തുറക്കുന്ന സമയം എന്ന കഥയും ഒരു ചെറുപുഞ്ചിരി എന്ന തിരക്കഥയുമടക്കം എത്രയോ രചനകളും ഈ വിഷയത്തിന്റെ സാർവലൗകികത വിളിച്ചോതുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ തിരസ്കൃതമാകുന്ന വയോധികരുടെ ജീവിതാവസ്ഥ പലപ്പോഴും മനുഷ്യസ്നേഹികളുടെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. വയോധികരിൽ തന്നെ സ്ത്രീകളുടെ അവസ്ഥ ചരിത്രപരമായി തന്നെ കൂടുതൽ പരിതാപകരമാണ്. ഭർത്താവിന്റെ ചിതയിൽ വെന്തു മരിക്കേണ്ടി വന്ന എത്രയോ വിധവകളുടെ രാജ്യമാണിത്. സതി നിരോധിച്ചിട്ട് 200 വർഷം പോലും ആയിട്ടില്ല. ഉത്തരേന്ത്യയിൽ വയോധിക വിധവകളെ സ്വത്ത് തട്ടിയെടുത്ത് തലമുണ്ഡനം ചെയ്ത് മക്കൾ UPയിലെ വൃന്ദാവനിലെ കൃഷ്ണക്ഷേത്രത്തിന് മുന്നിൽ നടതള്ളുന്ന ദുരാചാരം കാലങ്ങളായി നാം കാണുന്നു. ഈ സാഹചര്യത്തിലാണ് വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു സംവിധാനം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെ 19-ന് ഏകകണ്ഠമായി കേരള നിയമസഭ പാസാക്കിയ നിയമത്തിന് പ്രസക്തി ഏറുന്നത്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലിലൂടെ കേരളം രാജ്യത്തിന് വഴികാട്ടുകയാണ്. വയോജന ക്ഷേമത്തിനായി മറ്റൊരു നിയമസഭയും ഇത്തരമൊരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനത്തിന് പ്രായമേറുകയാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞാണ് നിയമനിർമ്മാണം. 5 വർഷം കഴിയുമ്പോൾ സംസ്ഥാന ജനസംഖ്യയുടെ 4/1 വയോജനങ്ങളായിരിക്കും. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ 12.6% വയോജനങ്ങളായിരുന്നു. 2018 ഇത് 23%. 2030 ജനസംഖ്യയുടെ 4/1 തലനരച്ചവരാകുമ്പോൾ കരുതലും സംരക്ഷണവും ക്ഷേമവും ഔദാര്യമല്ല, വയോജനങ്ങളുടെ അവകാശമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് LDF സർക്കാർ ഇത്തരമൊരു നിയമനിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒന്നായി മാറാൻ സാധ്യതയുള്ളതാകും അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഈ കമ്മീഷൻ. 60 പിന്നിട്ടവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാനും അവരുടെ ഉൽപാദനക്ഷമതയും മൗലികവും നൂതനവുമായ ആശയങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടാക്കാനുള്ള കഴിവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുമായാണ് കമ്മീഷൻ നിലവിൽ വരുന്നത്. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വയോജനങ്ങളുടെ പുനരധിവാസത്തിനുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും കമ്മീഷൻ പ്രവർത്തിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി R ബിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട്. വയോജനങ്ങളുടെ സേവനങ്ങളും കഴിവുകളും പൊതുസമൂഹത്തിന് പ്രയോജനകരമാക്കാനുള്ള നടപടികൾക്കൊപ്പം അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനതയുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച് വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ അഭിസംബോധന ചെയ്യാനും സാധിക്കും വിധമായിരിക്കും കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ രൂപകൽപ്പന. കേരളത്തെ കൂടുതൽ വയോജന സൗഹൃദപരമാക്കുകയെന്ന ലക്ഷ്യവും അതിലേക്കുള്ള മാർഗരേഖയുമാണ് കമ്മീഷനിലൂടെ LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കമ്മീഷനിൽ ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവിയിലുള്ള ചെയർപേഴ്സണും 4-ൽ കവിയാത്ത അംഗങ്ങളുമുണ്ടാകും. ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും വയോജനങ്ങൾ. അവരിൽ ഒരാൾ പട്ടികജാതിയിലോ പട്ടികവർഗ ഗോത്രങ്ങളിലോ പെട്ടയാളും മറ്റൊരാൾ വനിതയുമായിരിക്കും. ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി 3 വർഷം. പരിത്യജിക്കപ്പെട്ടതും അനാഥവുമായ വാർദ്ധക്യം പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് ഒരിക്കലും അലങ്കാരമല്ല. ജീവിതത്തിന്റെ അപരാഹ്നത്തിലും ശാരീരിക മാനസിക ആരോഗ്യമുള്ള ഊർജ്ജസ്വലരായ വയോജനതയ്ക്ക് കേരളം പോലുള്ള പുരോഗമന ചിന്തയ്ക്ക് വേരോട്ടമുള്ള സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാനുണ്ട്. അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ നിയമനിർമ്മാണം.